മർദ്ദിച്ച് ഈ ഓടയിൽ വരെ എടുത്ത് മർദ്ദിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും, മർദ്ദിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അവിടെ എന്നെ സാറേ ഞാൻ കണ്ടിട്ടില്ല. അന്നാണേലും ഞാൻ അത് കണ്ടില്ല. ഞാൻ ഒരൊച്ച കേട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ താന്ന് ഞാൻ കിടക്കുമായിരുന്നു. താന്ന് അവളോട് ഞാൻ പഞ്ചസാര എന്നിട്ട് ഒരു പിന്നെ ഈ ശർക്കരയും വായിലിട്ട് ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അവിടെ എൻ്റെ മുറി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഈ നോബി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പപ്പായും ഞാനും ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കിടക്കാതെ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല ഞാൻ. പിന്നെ കുടിക്കുകയാലെന്ന് ഞാൻ പറയാല, അവൻ കുടിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും അന്ന് തന്നെയാണെങ്കിലും അതിനെന്ന് പറയാ ഈ അവൻ പോവുക. അപ്പോൾ കുറച്ച് വളം മേടിച്ച് ആ വളം ഇടാനായിട്ട് ഇവർ പോയതാണ്. അല്ലാതെ അത് എന്നെ ഇതെന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു 10-11 മണിയായപ്പം തൊട്ട് ഞാൻ തളർന്ന് കിടക്കണമായിരുന്നു. ഇപ്പോഴും അതെ. എനിക്ക് ഇന്നലെ പള്ളി വെച്ചുണ്ടായി ഇങ്ങനെ എൻ്റെ കാല് തളർന്നു. അത് ഈ തലച്ചോറിൻ്റെ എനിക്ക് ഇതുണ്ടായിരുന്നു, അതാ കൊടിഞ്ഞി. അതേപോലെ എന്നെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി കിടത്തണേ ഇങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും വരും. പോകാൻ കാരണം അത് ഇവിടുന്ന് ഈ ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണി കൂട്ടിക്കൊണ്ട് പോയി. ഈ കുഞ്ഞിനെ ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞതിനകത്ത് എന്താ കാര്യമുള്ളത്? ഈ മകന് ഷൈനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ട ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതെന്ന് പറയുന്നത് നോബി, അതായത് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ അമ്മയാണ്, അതായത് അമ്മായിയമ്മയാണ്. ഷൈനിയുടെ അമ്മായിയമ്മ സംസാരിക്കുന്നതാണ് കേട്ടത്. ഒരു ജീവിതം, ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിച്ച് 2 കുട്ടികൾ 3 പേരും കൂടെ ചേർന്ന് ആത്മഹത്യ ചെയ്തു. അതും ട്രെയിനിൻ്റെ മുമ്പിൽ മരിച്ച്. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് ഈ ഒരു അമ്മയുടെ മകനായിട്ടുള്ള നോബിയാണ്. ആ ഒരു നോബി ഈ ഒരു ഷൈനി, അതുപോലെ തന്നെ ഷൈനിയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അടിച്ച് അവിടെയുള്ള ഓടയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയാണ് ആ ഒരു ചാനലുകാർ ചോദിച്ച സമയത്ത് പറയുവാണ്, എനിക്കിതൊന്നും ഓർമ്മയില്ല, ഞാൻ വെയ്യാതെ കടന്നതാണ്. ആകെ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് ശർക്കരയൊക്കെ വായിട്ടിട്ട് ഞാനവിടെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. എന്താ ഇഷ്യൂ നടന്നതെന്നൊന്നും അറിയത്തില്ല. ഞാൻ എണീറ്റപ്പോഴത്തേന് വെയ്യാതെ കടന്നു. എണീറ്റപ്പം പോലും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്, എന്തുകൊണ്ട് ഈ ഒരു ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇറക്കി വിട്ടു എന്ന് ചോദിച്ചപ്പം കൈയൊക്കെ കാണിച്ചു, ഇതൊക്കെ അച്ഛൻ, ആ ഒരു ഷൈനിയുടെ അച്ഛനാണ് പറയുന്നത്, അല്ലാതെ യഥാർത്ഥത്തിലൊന്നും അല്ല എന്നൊക്കെയാണ് ഒരു ക്ലിപ്പിനകത്ത് ഇങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഒരു സ്വന്തം മരുമോൾ, അത് ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ച ഒരു പെൺകുട്ടി മരിച്ചത്, സ്വന്തം കൊച്ചുമക്കളെയും കൊണ്ടാണ് പോയി ട്രെയിനിൻ്റെ ചാടി ചത്തേക്കുന്നത്. അത്രയും മരിച്ചതും ജീവിക്കാനുള്ള ആഗ്രഹം പോലും പോയതിന് ശേഷമായിരിക്കും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ഈ ഒരു വീട്ടുകാർ, പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡും ഈ ഒരു വേറെ സഹോദരനും, ഇവരെ ഈ ഒരു അമ്മയുടെ തന്നെ 2 മക്കളാണ് ഇതിന് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവർ ഇത്ര ക്രൂരമായിട്ട് ഇത്ര ഒരു പെൺകുട്ടിയോട് പെരുമാറിയിട്ട് പോലും അതിനെപ്പറ്റി ഒന്നും ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അമ്മയ്ക്ക്? ഇത് കണക്ക് ഇവർക്കും മക്കളില്ലേ? അത്ര ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടും അത്രമാത്രം ജോലിക്ക് വിടാനോ ഒന്നും, എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും അതിനെല്ലാം തടസ്സമായിട്ട് ഈ ഒരു സഹോദരൻ വരെ വന്നു. ഇതൊക്കെ കാരണം മനംനൊന്തിട്ടാണ് ഇങ്ങനെ പോയി ആത്മഹത്യ ചെയ്തത്. 2 പെൺകൊച്ചുങ്ങളെ കൊണ്ടിട്ടാണ് പോയി ആത്മഹത്യ ചെയ്തത്. എന്തുമാത്രം വേദന ആ ഒരു അമ്മയും സഹിച്ചിട്ടുണ്ടായിരുന്നു, എന്തുമാത്രം. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഡിസിഷൻ തന്നെ എടുത്തത്. ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള മകൻ ആ ഒരു ക്രൂരമായിട്ട് ആ ഒരു സ്വന്തം ഭാര്യേനെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, വീട്ടിലെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇതെനിക്ക് ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇത്രയും വർഷമായിട്ട് കൂടെ ജീവിച്ചിട്ടുള്ള സ്വന്തം മരുമോളെ ഉപദ്രവിക്കുന്ന, സ്വന്തം മോനെ ഉപദ്രവിക്കുന്ന പോലും കണ്ടിട്ടില്ല എന്ന്. അത് വലിയ കൂസലായിട്ടാണ് പറയുന്നത്. ഒന്നൊരു കുഴപ്പമില്ല. കാരണം മരിച്ച് ഒരു വിഷമം പോലും ഇല്ല. ചുമ്മാ അങ്ങ് പറയുക, ഇത് എന്തിനാ പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ അവളുടെ അച്ഛൻ പറയുന്നതല്ലേ എന്ന്, അല്ലാതെ സത്യാവസ്ഥ അറിയത്തില്ലല്ലോ എന്ന്. എന്താണ് ഇങ്ങനെയൊക്കെയാണോ
ഒരു വിഷമം കണ്ടാൽ തന്നെ ഒരു ഫീൽ. നമ്മുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ച ഒരു വ്യക്തി അത് 2 കൊച്ചുമക്കളും കൂടെ പോയാണ് ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ ഒരു വിഷമം ഒന്നും തന്നെ ഇല്ല. നിങ്ങളത് കാണുമ്പോൾ തന്നെ സംസാരിക്കുന്നതിപ്പോൾ തന്നെ മനസ്സിലാവും.